ഇന്ന് നമ്മൾ പോകുന്നത് ആയിരവല്ലിപ്പാറയിലാണ് കേട്ടോ. ആയിരവല്ലിപ്പാറ നമ്മൾ കിളിമാനൂർ ആലങ്കോട് റൂട്ടിലുള്ള വെള്ളംകുള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ആയിരവല്ലിപ്പാറ. ആയിരവല്ലി ക്ഷേത്രമുണ്ട് അതിൻ്റെ മണ്ടയിൽ. അപ്പോൾ പോകുന്ന വഴിയാണിത്. ഒരു കാട് പോലത്തെ പ്രദേശമാണ് ആ പറയിലോട്ട് കയറി പോകുന്ന വഴി. സ്റ്റെപ്പൊക്കെ ഉണ്ട്. കാടെന്ന് വെച്ചാൽ റബ്ബർ മരങ്ങളും എല്ലാം ഉണ്ട്. റബ്ബറും ഉണ്ട്, അല്ലാത്ത മരങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് ഒഴിഞ്ഞ വീട് കണ്ടോ, അതാണ് ഞാൻ കാണിക്കുന്നത്. അവിടെ ആരുമില്ല, പക്ഷേ ഉത്സവ സീസൺ അല്ലാത്തതുകൊണ്ട് ആരുമില്ല. ഉച്ച സമയമാണ്, 1 മണിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഏകദേശം ടോപ്പിലെത്തി. നല്ല വ്യൂ ആണ് കേട്ടോ, അത്യാവശ്യം കാറ്റുമുണ്ട്. ഇതാണ് അമ്പലം. ഒരു ആൽമരം നിൽപ്പുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ആണിത്. താഴെ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നത് റോഡ് സൈഡിലുള്ള ബിൽഡിങ്ങുകളാണ്. ഇതാണ് അമ്പലം. ചെറിയൊരു അമ്പലമാണ്, പക്ഷെ നല്ല ശാന്തമായ പ്രദേശമാണ്. ഇതാ ഞാൻ എന്തൊക്കെയോ കോക്കറി കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങ് കാണുന്ന മലകളിൽ, ആ മലകളിൽ അപ്പുറത്തായിട്ട് സഹ്യപർവ്വതം കാണാൻ പറ്റും കേട്ടോ. നേരിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇതാണ് അമ്പലം. ഈ അമ്പലത്തിൻ്റെ മുകളിലോട്ട് ഇനിയും ടോപ്പിലോട്ട് പോകാൻ പറ്റും കേട്ടോ. അമ്പലം ഏറ്റവും ടോപ്പിലല്ല, ഇനി കുറച്ചുകൂടെ ടോപ്പിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുകളിലൊരു മുരുകൻ്റെ വേല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി മേലോട്ടൊന്ന് പോവാം. വളരെ വിജനമായിട്ട് കിടക്കുന്നു കേട്ടോ, ആരുമില്ല. ഇതാ ആ കാണുന്നതാണ് വേല്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ തിട്ട പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് വേല് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ടോപ്പിൽ നല്ല കാറ്റാണ് കേട്ടോ. നല്ല വെയിലടിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ചൂടറിയത്തില്ല. എന്നാലും ക്ഷീണമോ ചൂടോ ഒന്നും അറിയത്തില്ല. ആ കാറ്റ് അതുപോലെ അടിക്കുന്നുണ്ട്. ഞാൻ ആ മണിയൊക്കെ അടിച്ച് നോക്കുന്നുണ്ട്. ചെറിയ മണി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കടൽ കാണാം. സൂം ചെയ്യുമ്പോൾ ഇത് എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് അറിയത്തില്ല. നേരിട്ട് നമുക്ക് അടിപൊളിയായിട്ട് അറിയാൻ പറ്റും. ആ കാണുന്ന അങ്ങേയറ്റം കാണുന്ന കടലാണ്. നല്ല കാറ്റുള്ളതുകൊണ്ട് ഒട്ടും ക്ഷീണിക്കില്ല കേട്ടോ. നമ്മൾ കയറി വരുന്ന ക്ഷീണമൊക്കെ മണ്ടയത്താൻ തന്നെ പോകും. അപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റിയ സ്ഥലമാണ്. എന്ന് വെച്ചാൽ ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ നമ്മുടെ സഹ്യപർവ്വത നിരകളും. അതായത് അതിൻ്റെ മണ്ടയിൽ നോക്കിയാൽ നമ്മൾ തിരുവനന്തപുരം ജില്ലയുടെ 2 അറ്റവും കാണാൻ പറ്റും. അങ്ങേയറ്റവും ഇങ്ങേയറ്റം കാണാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഓക്കെ, ബൈ.